ഹലോ റംസാൻ കരീം. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ദിവസം അൽഹംദുലില്ലാ ഹൈറായിരുന്നു. പിന്നെയുള്ളത് കിച്ചൻ്റെ പണിയാണ് കേട്ടോ. കാരണം ഇന്ന് നല്ല തിരക്കുള്ളൊരു ദിവസമായിരുന്നു. അപ്പോൾ നമുക്ക് നോമ്പ് തുറക്കാൻ മീനും ചോറും മരിച്ചിനെയൊക്കെ തന്നെയാണ്. കാപ്പിയൊന്നുമില്ല. കാപ്പി അഥവാ വെക്കുന്നെങ്കിലും മക്കൾക്ക് വേണ്ടി രണ്ടുപേർക്കും വേണ്ടി മാത്രമാണ്. അവർക്ക് കുറച്ച് മതിയല്ലോ ഉണ്ടാക്കാൻ. അപ്പോൾ അത് അവർക്ക് വേണ്ടി മാത്രമാണ്. മീൻകറി തന്നെയാണ് കറിയായിട്ടുള്ളത്. വേറെ കറിയൊന്നും സ്പെഷ്യലൊന്നും അങ്ങനെ ഇല്ല ഇന്ന്. പിന്നെയുള്ളത് ഇന്ന് സാധാരണ എനിക്ക് തോന്നുന്നു എല്ലാ വീട്ടമ്മമാർക്കും ഈ നോമ്പ് സമയം നല്ല തിരക്കുള്ളൊരു ദിവസമായിരിക്കും. ജോലി ഒഴിയത്തേയില്ല. കാരണം അവർക്ക് രാവിലെ തന്നെ സ്കൂളുള്ള സമയമല്ലേ, പരീക്ഷ ടൈം നടക്കുന്നതുകൊണ്ട് അവർക്ക് നല്ല തിരക്കായിരിക്കും. കുട്ടികളെ സ്കൂളിൽ വിടണം, അത്താഴത്തിന് എണീക്കണം, അത്താഴത്തിന് കാപ്പി ഉണ്ടാക്കുന്ന വീടുകളിലാണെങ്കിൽ അവർക്ക് കാപ്പി ഉണ്ടാക്കണം. ഇതൊക്കെ ഞാൻ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് കേട്ടോ പാട്ട് പാടിയത്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഫണ്ണായിട്ടൊന്ന് പാടിയത്. ഭയങ്കര സംഭവമായിട്ടും സീരിയസ് ആയിട്ടൊന്നുമല്ല പാടിയത്. പാട്ടെനിക്ക് കേൾക്കാനും പാടാനും എനിക്കിഷ്ടമാണ്. സാധാരണ പിന്നെ സ്റ്റാർ മേക്കറിലൊക്കെ പാടിയിട്ട് ആ പാട്ട് ഞാൻ തന്നെ കേൾക്കും. അതാണ് സ്ഥിരം നടക്കാറുള്ളത്. അപ്പോൾ ഇന്ന് ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ജസ്റ്റ് മീൻ കട്ട് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് വെറുതെ ഒന്ന് മൂളാന്ന് വെച്ച് ഇങ്ങനെ മൂളിയതാണ്. അപ്പം ഈ പാട്ട് കേട്ടിട്ട് ഇനി ആരും എന്നെ തെറി വിളിക്കാനൊന്നും വരണ്ട, വെറുതെ പാടിയതാണ്. പിന്നെ എന്തുവാ വേറെ വിശേഷം? ഇന്നത്തെ ദിവസം ഇതൊക്കെ തന്നെയാണ്. നല്ല തിരക്ക് പിടിച്ചൊരു ദിവസമായിരുന്നു. പിന്നെ മിക്ക വീടുകളിലും എനിക്ക് തോന്നുന്നു കുട്ടികളൊക്കെ ഉള്ള വീടുകൾ അല്ലെങ്കിൽ മുതിർന്നവർ ചിലപ്പോൾ ഈ നോമ്പ് പിടിക്കാൻ ശേഷിയില്ലാത്ത ആൾക്കാരൊക്കെ ഉണ്ടാവില്ലേ, അവരൊക്കെ ഉള്ള വീടുകളിൽ ജോലി തിരക്ക് നല്ലതുപോലെ ഉണ്ടാകും. കാരണം അവർക്ക് ഉച്ചത്തേക്ക് ഉണ്ടാക്കണം, പിന്നെ കുട്ടികൾക്ക് വേണ്ടി ഉണ്ടാക്കണം. അതൊക്കെ നല്ല തിരക്കാണ്. സാധാരണ ഈ പൂച്ചയ്ക്കല്ല കേട്ടോ ഞാൻ ഫുഡ് കൊടുക്കുന്നത്. സാധാരണ വേറൊരു കുട്ടി പൂച്ച വരും, അതിനാണ് കൊടുക്കുന്നത്. ഇന്ന് ഈ പൂച്ച വന്ന് നേരത്തെ കൂട്ടി വന്ന് തപസ് കിടന്നത് ആ മീനിൻ്റെ മണം കേട്ടിട്ട്. അത് കാരണം മറ്റേ പൂച്ചയെ കാണാഞ്ഞിട്ടാണ് ഇതിന് കൊടുത്തത്. പിന്നെ വേറെ കപ്പയാണ് വാങ്ങിച്ചത്. കപ്പ എനിക്കൊന്നും ശരിയായില്ല. കാരണം കപ്പ ചെറിയ കയ്പ്പുണ്ടായിരുന്നു. സാധാരണ ഈ കയ്പ്പ് വരുമ്പോൾ പറയുന്നത് ഈ ഊറ്റ് ഉണ്ടാവുമെന്നാണ്. അപ്പം നമ്മൾ സ്ഥിരം ഒരു അതിഥി വന്നിട്ടുണ്ട്. പക്ഷേ പുള്ളിക്കാരൻ വന്നപ്പോഴത്തേക്കും മീനിൻ്റെ വേസ്റ്റൊക്കെ കഴിഞ്ഞിരുന്നു. അപ്പം ഞാൻ നോക്കിയപ്പോൾ ചിക്കൻ ഉണ്ടായിരുന്നു. ചിക്കൻ എടുത്ത് ഇട്ട് കൊടുത്തു 3-4 കഷ്ണം. കാരണം കറി വെച്ചതാണ്. അതിൻ്റെ ഇരുന്നതിനെ ഞാൻ പിന്നെ അതിൽ നിന്ന് ഊറ്റിപ്പിറക്കി അതിനിട്ട് കൊടുത്തു. പിന്നെ വേറെ ഉള്ളത് വെണ്ടയ്ക്കയാണ്. വെണ്ടയ്ക്ക വിഴുക്കാണ്. വെണ്ടയ്ക്ക വിഴുക്ക് വെറുതെ വയ്ക്കുന്നത്. കാരണം നോമ്പ് തുറക്കുന്ന സമയത്ത് ചിലപ്പോൾ ഞാനും ഇക്കായും മാത്രമാണ് കഴിക്കുന്നത്. മക്കൾ 2 പേരും വെണ്ടയ്ക്ക കഴിക്കില്ല. കാരണം അവർക്ക് 2 പേർക്കും അത് ഇഷ്ടമല്ല. പിന്നെ ഉള്ളത് മീൻ പൊരിച്ചതാണ്. പിന്നെ വേറെ വിശേഷം എന്ന് പറയാൻ വേണ്ടി അൽഹംദുലില്ലാ അങ്ങനെ അങ്ങ് പോയി ഇന്നത്തെ ദിവസം. പിന്നെന്താ, അപ്പം നിങ്ങൾ നല്ലതായിട്ട് നോമ്പ് തുറന്നു. നിങ്ങളെയൊക്കെ വിശേഷങ്ങളൊക്കെ പിന്നെ കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. പടച്ചോൻ്റെ അടുത്ത് എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യുന്നുണ്ട്. അതുപോലെ എനിക്കും വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണം. ഇന്ന് നമ്മൾ നോമ്പ് 10, ഇന്ന് 10 നോമ്പ്. അപ്പോൾ ഇനി 20 ദിവസം. ഓരോ ദിവസവും കഴിയുന്നത് പടച്ചോന്, കാരണം എത്രയും പെട്ടെന്നാണ് നമ്മൾ നോമ്പ് വിചാരിക്കാ പ്രകാരമാണ് നോമ്പ് പെട്ടെന്ന് കഴിഞ്ഞു പോകുന്നത്. നമ്മൾ കണ്ണടച്ച് തുറക്കും മുമ്പേ നോമ്പിൻ്റെ നോമ്പ് പിന്നെ കഴിയാറാകുമ്പോഴത്തേക്കും നമുക്ക് പിന്നെ ഭയങ്കര സങ്കടമായിരിക്കും. എന്തോ ഒന്ന് നമുക്ക് നഷ്ടപ്പെട്ട ഒരു ഫീലായിരിക്കും. നോമ്പൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ അത് പിടിക്കാതെ ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും. പിന്നെ ഉള്ളത് പിന്നെ മാങ്ങ കിട്ടി കേട്ടോ. മാങ്ങയാണെന്ന് ജ്യൂസ് അടിച്ചത്. അതിൽ കേടുള്ളതും ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു സീസണായി വരുന്നേ ഉള്ളൂ എന്ന് തോന്നുന്നു. അത് കാരണമായിരിക്കും ഇങ്ങനെ. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിരിക്കുക. അപ്പം എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും